production engineering പഠിക്കുന്നില്ല നിങ്ങൾ അതേപോലെ തന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ industrial engineering ആണ് പഠിക്കുന്നത്. Okay, now there is a difference between industrial engineering or industrial management and production system. Okay, so in industrial conceptകളും അതേപോലെ തന്നെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസും ഒരുമിച്ച് ചേർന്നിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. Okay, so industry can include manufacturers ഉണ്ടാവാം ഇൻഡസ്ട്രീസിൽ. ഓക്കെ, അതേപോലെ തന്നെ എന്താ ചെയ്യുക, പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവാം, എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇവരെല്ലാം ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ എന്ത് പറയുക, വിൽ സേ ഇറ്റ് ആസ് എ ഇൻഡസ്ട്രി. ഓക്കെ, സോ ഇൻഡസ്ട്രി ഈസ് ബേസിക്കലി എ കോമ്പിനേഷൻ ഓഫ് ഗ്രൂപ്പ് ഓഫ് മാനുഫാക്ചറേഴ്സ്, ബിസിനസ്സസ്, people who produce a particular type of good and services. ഇതിന്റെ എല്ലാം കോമ്പിനേഷൻ ഈസ് കോൾഡ് ആസ് ആൻ ഇൻഡസ്ട്രി. ഓക്കെ, അതാണ് ഇൻഡസ്ട്രി. നൗ പ്രൊഡക്ഷൻ. എന്താണ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ? പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു പ്രോസസ്സാണ്. ഓക്കെ, ഇൻഡസ്ട്രിയിൽ നമ്മൾ ഒരു കുറച്ച് ബ്രോഡായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് കാണുകയാണെങ്കിൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി നാരോ ആയിട്ടുള്ള ഒരു കൺവേർട്ടിങ് പ്രോസസ്സാണ്. ഓക്കെ, ആ കൺവേർട്ടിങ് പ്രോസസ്സിൽ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ ഒരു റോ മെറ്റീരിയലിന് ഏതെങ്കിലും ഒരു റോ മെറ്റീരിയലിന്റെ undergoes a conversion process. Okay, so you can see here you'll be having a set of raw materials. ഒരു വുഡ് ആണെങ്കിൽ വുഡൻ സംഭവം, മരങ്ങളൊക്കെ ആണെങ്കിൽ അത് റോ മെറ്റീരിയൽ. ഈ റോ മെറ്റീരിയൽ വിൽ അണ്ടർഗോ എ കൺവേർഷൻ പ്രോസസ്. ഒന്നിക്കൽ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ വുഡിനെ പ്രോസസ് ചെയ്യലായിരിക്കാം, ഓക്കെ, അല്ലെങ്കിൽ ഗ്രൈൻഡിങ് ആയിരിക്കാം, എന്തെങ്കിലും ആയിട്ട് ഒരു കൺവേർഷൻ പ്രോസസ്, ആൻഡ് യു വിൽ ഗെറ്റ് ദി ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. ദ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഐദർ ക്യാൻ ബി എ ഗുഡ് ഓർ എ സർവീസ്. ഓക്കെ, ഒരു മൊബൈൽ ഇൻഡസ്ട്രി ആണെങ്കിൽ പിന്നെ അവിടെ എന്താ കൊടുക്കുന്നുണ്ടാവുക, ദേ ആർ പ്രൊവൈഡിങ് എ സർവീസ്. കസ്റ്റമർ സർവീസ് ആണെങ്കിൽ ദേ ആർ പ്രൊവൈഡിങ് സർവീസ്. നേരെ മറിച്ച് ഒരു പിന്നെ സപ്പോസ് യു ആർ ഗോയിങ് ഫോർ എ സോപ്പ് അല്ല അതേപോലത്തെ പ്രോഡക്റ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് എ ഗുഡ്. ഓക്കെ, സോ ബേസിക്കലി ഒരു റോ മെറ്റീരിയലിനെ ഒരു പ്രോസസ് ഓഫ് കൺവേർഷൻ യൂസ് ചെയ്തിട്ട് ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കുന്ന പ്രോസസ്സിനാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നൗ what is the difference between industrial engineering and production? Because industrial engineering it includes both industrial concept, that it includes that idana industrial engineering engil, if this is industrial engineering idinte ullil varunna oru subset മാത്രമാണ് എന്ത്, production എന്ന് പറയുന്നത്. Okay, so production is actually an interior subset of the ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് അല്ല. നമ്മൾ പണ്ട് കാലത്ത് കോമൺ ആയിട്ട് കൊമേഴ്സുകാർ പഠിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബിസിനസ് ആൻഡ് കൊമേഴ്സ്? എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ ബിസിനസ് ആൻഡ് കൊമേഴ്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പം ഇതിൽ കൊമേഴ്സുകാർ ഇതേപോലെ തന്നെ പറയും, ബിസിനസ് ഇസ് എ വെരി ലാർജർ ബ്രോഡർ ടേം. ഓക്കെ, യു ക്യാൻ ഓൺ എ ബിസിനസ് എന്ന് പറയും നമുക്ക്, യു വിൽ നെവർ ഓൺ എ കൊമേഴ്സ് അല്ലേ. സോ അത് അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രോസസ്സസും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ബൈയിങ്, സെല്ലിങ്, അഡ്വർടൈസിങ്, പർച്ചേസിങ്, ഇത് എല്ലാ കാര്യങ്ങളും. പക്ഷെ ഒരു തുണിക്കച്ചവടക്കാരൻ ചെയ്യുന്നത് ഒരു കൊമേഴ്സ് ആണ്. ഹീസ് ജസ്റ്റ് ട്രാൻസ്ഫറിങ് ഓഫ് റോ മെറ്റീരിയൽസ് ബിറ്റ്വീൻ ദി പീപ്പിൾ. ഓക്കെ, സോ ദിസ് ഈസ് ദ ഡിഫറൻസ്. ഒറ്റ മിനിറ്റ്, ഞാൻ ആ കോയിനൊന്ന് പോന്നിട്ട്. അപ്പോ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ബേസിക്കലി എന്താ, ഇറ്റ് ഈസ് എ വെരി ലാർജർ ടേം. ഓക്കെ, സോ an industry will have a production system, an industry will have a manufacturing system, and lots of systems will be there. So production is actually a subset of എന്താ ഇൻഡസ്ട്രി. ഓക്കെ, ഇനി നമുക്ക് എന്താണ് പ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ പ്രധാനമായിട്ട് നടക്കുന്നത് നോക്കാം. ഓക്കെ, സോ നൗ യു ക്യാൻ സീ ദാറ്റ് ഒരു പ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ എന്തിനാണ് നമ്മൾ പ്രൊഡക്ഷൻ സിസ്റ്റം യൂസ് ചെയ്യുന്നത്? ആ കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ. ഓക്കെ, സോ പ്രൊഡക്ടിവിറ്റി എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം പഠിക്കണം. Okay, so first thing is the basic aim of a production system is to increase the productivity. Productivity എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഇൻപുട്ടും തമ്മിലുള്ള റേഷ്യോ ആണ്. നമ്മൾ എത്ര പിന്നെ ഇൻപുട്ട് റോ മെറ്റീരിയൽസ് കൊടുത്തു അതനുസരിച്ച് എത്ര നമുക്ക് ഔട്ട്പുട്ട് കിട്ടി, ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, നമ്മൾ അതിലെ ഇത് പറയാം, അത് we say it as the productivity. Okay, so നമ്മളൊരു പ്രൊഡക്ഷൻ സിസ്റ്റം ഒരു ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നത് ആ ഇൻഡസ്ട്രിയുടെ ജനറൽ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ പ്രൊഡക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം.
Okay. So first of all, as I have told, the diagram is further expanded. This diagram you have the raw material. Raw material is considered as the input. Input is undergoing a conversion process. You get the finished product. Okay. So the same diagram, this input is the raw material. It undergoes a conversion process and then you get the output. This process, what we are going to do is we input. Okay. So a system has basically several input. And the input and down. Are the manpower and down, materials and down, machines and down, money and down. Okay, so these are the 4 M's that are given as inputs to the production system. Okay, man, material, machine, money. These 3 കാര്യങ്ങളാണ് ഒരു production system basic ആയിട്ട് input ആയിട്ട് കൊടുക്കുന്നത്. Man എന്ന് പറഞ്ഞാൽ labor force, material എന്ന് പറഞ്ഞാൽ raw material, machine എന്ന് പറഞ്ഞാൽ whatever be the machine that is involved in the conversion process, and then whatever be the investment in purchasing the materials. Okay. Now, this undergoes the conversion process. Conversion process has lots of stages, process conversion. Therefore, continuous feedback should be there. In input section, there should always be a feedback system within the conversion process, and then you get the output, which is either good or service. So, this is a basic production system. Okay. അപ്പോൾ ഈ ഫീഡ്ബാക്ക് ലൂപ്പ് അല്ലെങ്കിൽ കൺട്രോൾ ലൂപ്പിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്ച്വൽ പ്രൊഡക്ഷനും എക്സ്പെക്ടഡ് പ്രൊഡക്ഷനും തമ്മിലുള്ള താരതമ്യപ്പെടുത്തലാണ്. ഓക്കെ, സോ ദ ഫീഡ്ബാക്ക് ലൂപ്പ് ഓൾവേസ് കമ്പയർസ് ദി ആക്ച്വൽ പ്രൊഡക്ഷൻ സിസ്റ്റം വിത്ത് ദി തിയററ്റിക്കലി എക്സ്പെക്ടഡ് പ്രൊഡക്ഷൻ സിസ്റ്റം. ഓക്കെ, അപ്പോൾ പിന്നെ എന്താ പറയുക, അതേപോലെ തന്നെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇഫ് ദർ ഇസ് എനി ഇഷ്യൂസ് വിത്ത് ദ പ്രൊഡക്ഷൻ സിസ്റ്റം, ഇറ്റ് ഹെൽപ്സ് ടു ഇംപ്രൂവ് ദി പ്രൊഡക്ഷൻ പ്രോസസ്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഫംഗ്ഷൻ ആരുടെ ഈ ഫീഡ്ബാക്ക് സിസ്റ്റം. ഓക്കെ, സോ വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് ഫീഡ്ബാക്ക് സിസ്റ്റം? ഫീഡ്ബാക്ക് സിസ്റ്റം ഹെൽപ്സ് ഇൻ identifying the issues associated with the production system, helps in improving the production process. If there is any issues or defects in the product, it will pass the information. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ബേസിക് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഓവറോൾ പ്രൊഡക്ടിവിറ്റി കൂട്ടുകയാണ് ഫീഡ്ബാക്ക് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ. അപ്പോൾ നിങ്ങളോട് ഒരു ബേസിക് പ്രൊഡക്ഷൻ പ്രോസസ് എന്താണെന്ന് ചോദിച്ചാൽ, യു ഷുഡ് ഡ്രോ ദി ഇൻപുട്ട്, യു ഷുഡ് ഡ്രോ ദി കൺവേർഷൻ പ്രോസസ്, യു ഷുഡ് ഡ്രോ ദി ഔട്ട്പുട്ട്, which is goods and services. Here you should have the loop, feedback loop. This feedback loop വരക്കാൻ മറന്നു പോകരുത്. And here you should have the input as the 4 M's. ഇങ്ങനെയാണ് നിങ്ങൾ പ്രൊഡക്ഷൻ സിസ്റ്റം എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ വരയ്ക്കുന്നത്. ഓക്കെ, now we will go to the productivity. ഞാൻ പറഞ്ഞു productivity എന്ന് പറഞ്ഞാൽ എത്ര ഔട്ട്പുട്ട്, whatever be the output obtained to the input given. Okay, so your company will have a certain output based on the products given. അപ്പോൾ ആ ഔട്ട്പുട്ട് എത്രയാണ്, അത് നമ്മൾ കൊടുക്കുന്ന എല്ലാ ഇൻപുട്ടും, whatever be the input you give to the company, to the production system, അതെല്ലാം ഇൻപുട്ടും റോ മെറ്റീരിയൽസ് ഔട്ട്പുട്ട് ആവണമെന്നില്ല. there will always be എന്താ വേസ്റ്റേജ് ഉണ്ടാവും അല്ലെ. so there will be continuous wastage in the system. So productivity is the process of comparing the input given to the company and the output obtained. Okay, so whatever be the output you are obtaining, and ഇപ്പൊ നമ്മളിപ്പോ ഒരു ഇത്ര amount of ഇത് കൊടുത്തു എന്ന് വിചാരിച്ചു, എന്താ പറയാ, ഒരു ക്രൂഡ് ഓയിൽ കൊടുത്തു. ഓക്കെ, യു ആർ സപ്ലൈങ് ഇത്ര ബാരൽസ്, 3 or 4 barrels of crude oil, and how much amount of petrol or other products you are obtaining. അപ്പോൾ ആ ഒരു ഗിവൺ എമൗണ്ടിലെല്ലാം ഒപ്റ്റെയിൻ ആവുന്നുണ്ടാവില്ല അല്ലെ. സോ സം ഓഫ് ദ product will be gone as waste. So whatever be the output obtained to the input given is called as productivity. Okay, അപ്പോൾ പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്നതാണ് എല്ലാ ഇൻഡസ്ട്രിയുടെയും പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ എയിം ഓഫ് എവറി ഇൻഡസ്ട്രി ഈസ് ടു ഇൻക്രീസ് ദർ പ്രൊഡക്ടിവിറ്റി ബൈ ഇൻകോർപ്പറേറ്റിംഗ് വാട്ട് എവർ വേരിയസ് ടെക്നോളജീസ്, ഇന്നോവേഷൻസ് എക്സെട്ര. അപ്പൊ എല്ലാ കമ്പനിയും ബേസിക്കലി ഒരു ഇൻഡസ്ട്രീന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ഇൻഡസ്ട്രി ഉണ്ട്, ആ ഇൻഡസ്ട്രിയിൽ ഒരു പ്രൊഡക്ഷൻ സിസ്റ്റം ഉണ്ട്. ഓക്കെ, ഇൻഡസ്ട്രിയിൽ അതിന് പുറമെ വേറെ ഒരുപാട് സിസ്റ്റംസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിൽ 2 ആളുകൾ ഉണ്ടാവും. ഓക്കെ, ബേസിക്കലി ആൻ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയർ ആൻഡ് എ പ്രൊഡക്ഷൻ മാനേജർ. ഓക്കെ, ഇവര് രണ്ടാളുടെയും ഫംഗ്ഷൻസിന്റെ ഡിഫറൻസും നമ്മൾ നോക്കണം. ഓക്കെ, സോ വി ഹാവ് സീൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡസ്ട്രി ആൻഡ് പ്രൊഡക്ഷൻ. നൗ വി ഹാവ് ടു സീ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആൻ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയർ ആൻഡ് എ പ്രൊഡക്ഷൻ മാനേജർ. ഇവർ രണ്ടും ഒരേ ഫംഗ്ഷൻ ആണോ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കിനി. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ you see the difference between the jobs done by the industrial engineer and a production manager. Okay, industrial engineer വളരെ ബ്രോഡ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് ഒരു കമ്പനിയിൽ ചെയ്യുന്നത്.
Okay. അപ്പോൾ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയർ ഹാസ് സെവറൽ ജോബ്സ്. പ്രൊഡക്ഷൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ആര് ചെയ്യുന്നുള്ളൂ? പ്രൊഡക്ഷൻ മാനേജർ ചെയ്യുന്നുള്ളൂ. ശരി. ഓക്കെ. സോ ഇഫ് ദിസ് ഇസ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയർ, ഇയാളാണ് ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ. ഹി ഓർഗനൈസസ്, അതേപോലെ തന്നെ ഹി കൺട്രോൾസ്, കോർഡിനേറ്റ്സ്, സജസ്റ്റ് ഇംപ്രൂവ്മെന്റ് മെഷേഴ്സ് ഓഫ് ദി പ്രൊഡക്ഷൻ സിസ്റ്റം. ഓക്കെ. ഇതെല്ലാം ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയർ. Okay, so what is his power? What is his task? He helps in planning, controlling, coordinating, organizing, and improving the production system. വലിയ ടാസ്ക്കാണ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയർ ഒരു കമ്പനിയിൽ ചെയ്യുന്നത്. ഓക്കെ. നൗ വിൽ സീ വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് ദ പ്രൊഡക്ഷൻ മാനേജർ. പ്രൊഡക്ഷൻ മാനേജർ ഇപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അറിയാം, പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇയാളുടെ പണി. ഓക്കെ. സോ പ്രൊഡക്ഷൻ മാനേജർ എന്ത് ചെയ്യുന്നു? ഹി കൺട്രോൾസ് ദി ഓവറോൾ പ്രൊഡക്ഷൻ പ്രോസസ്. ഇവിടെ എല്ലാ പരിപാടിയും ഒറ്റ കാര്യത്തിലേക്ക് റെസ്ട്രിക്റ്റഡ് ആയി. വാട്ട്? പ്രൊഡക്ഷൻ. പ്രൊഡക്ഷനായി ബന്ധപ്പെട്ട കാര്യങ്ങളെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്നു എന്നല്ലാതെ ഇയാൾക്ക് വേറെ റോളൊന്നുമില്ല. ഓക്കെ. സോ ദിസ് ഇസ് എ ലെസ് റെസ്പോൺസിബിലിറ്റി. ഓക്കെ. സോ പ്രൊഡക്ഷൻ മാനേജർ കൺട്രോൾസ് ദ ഓവറോൾ പ്രൊഡക്ഷൻ പ്രോസസ് ഇൻ എ ഡേ. ഓക്കെ. അവരുടെ ജോബ് എന്തൊക്കെയാന്ന് നോക്കൂ. കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ഡേ ടു ഡേ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ്. ഫസ്റ്റ് പോയിന്റ്. കീപ്പ് എ റെക്കോർഡ് ഓഫ് amount of goods and services produced in the production system. രണ്ട് കാര്യങ്ങളാണ്. എന്തൊക്കെയാ? ഡേ ടു ഡേ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസിനെ കുറിച്ച് ട്രാക്ക് ചെയ്യുക, എത്ര എമൗണ്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ പ്രൊഡ്യൂസ് ചെയ്തെന്നുള്ള കണ്ടുപിടിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പ്രൊഡക്ഷൻ മാനേജറുടെ ഫങ്ഷൻസ്. ഓക്കെ. വൺസ് മോർ വിൽ സി ഹിയർ. ഈ ക്വസ്റ്റ്യൻ 5 മാർക്കിനാണ് ചോദിച്ചത് കഴിഞ്ഞ എക്സാമിൽ. ഓക്കെ. സോ ഹിയർ വി വിൽ സി ദ ഡിഫറൻസ്. ഫസ്റ്റ് വൺ ഇസ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയർ എന്ത് ചെയ്യുന്നു? ഹി പ്ലാൻസ്, organizes, controls, coordinates, improves the production system, whereas production manager purely focuses on the production system. He controls the overall production process in a day. Okay. അതേപോലെ തന്നെ എന്താ? ഡേ ടു ഡേ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസിന്റെ ഒരു റെക്കോർഡ് ട്രാക്ക് കീപ്പ് ചെയ്യുന്നു. ഇത്രയാണ് പ്രൊഡക്ഷൻ മാനേജറുടെ ഫംഗ്ഷൻ. ഓക്കെ. ഒരു ടേബിൾ വെച്ചിട്ട് വിൽ സി ദ ഡിഫറൻസ്. ഓക്കെ. സോ പ്രൊഡക്ഷൻ മാനേജ്മെന്റ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് രണ്ട് ടേബിൾ വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ നിങ്ങളെ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ. സോ എന്തൊക്കെയാണ് പ്രൊഡക്ഷൻ മാനേജ്മെന്റിൽ വരുന്നത് നോക്കാം. ഓക്കെ. സോ ഹിയർ പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും ഡയറക്റ്റിങ്ങും കൺട്രോളിങ്ങും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ദിസ് ഈസ് അപ്ലിക്കബിൾ ഓൺലി ടു ദ ഡേ ടു ഡേ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ്. അതൊന്ന് ഓർത്ത് വെക്കുക പ്രൊഡക്ഷൻ മാനേജ്മെന്റിൽ. ഓക്കെ. സോ വാട്ട് ഡസ് ദ പ്രൊഡക്ഷൻ മാനേജ്മെന്റ് ഡു? ദേ പ്ലാൻ, ദേ ഓർഗനൈസ്, ദേ ഡയറക്റ്റ് ആൻഡ് കൺട്രോൾ ദ ഡേ ടു ഡേ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ്. ഓക്കെ. ആൻഡ് റിസോഴ്സസ് ഓഫ് ദി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ. എങ്ങനെ ഹ്യൂമൻ എഫേർട്സിനെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്തിട്ട് പ്രൊഡക്ടിവിറ്റി കൂട്ടാമെന്നും പ്രൊഡക്ഷൻ മാനേജ്മെന്റ് നമുക്ക് പറഞ്ഞു. ഓക്കെ. സോ they tell us how to manage and also how properly the human efforts can be used in a production environment. ഓക്കെ. ഒരു പ്രൊഡക്ഷൻ എൻവയോൺമെന്റിൽ എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഹ്യൂമൻ എഫേർട്സിനെ യൂസ് ചെയ്യാമെന്നത് പ്രൊഡക്ഷൻ മാനേജ്മെന്റ് ആണ് പറഞ്ഞിരുന്നത്. Okay. So the basic aim of a production management is to produce the right quantity and quality of goods. Okay. Pinna, to provide services at minimum cost to improve the efficiency and effective utilization of capacities. അപ്പോൾ ഒരു കമ്പനിയിലുള്ള റിസോഴ്സസിന്റെ എഫക്റ്റീവ് ആയിട്ടുള്ള യൂട്ടിലൈസേഷന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള സജഷൻസ് തരാനും, അതേപോലെ തന്നെ വാട്ട് എവർ ബി ദ എമൗണ്ട് റിക്വയർഡ് ഇൻ ദ റൈറ്റ് ക്വാണ്ടിറ്റി ആൻഡ് റൈറ്റ് ക്വാളിറ്റി അത് പ്രൊഡ്യൂസ് ചെയ്യാനും ഉള്ള കാര്യങ്ങളാണ് ഒരു പ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ പറഞ്ഞു തരുന്നത്. ഓക്കെ. Now we'll go to the industrial system. Okay, industrial engineering ile otta minute, just a minute.
ഓക്കെ, സൗണ്ട് ഓക്കെ അല്ലടാ? കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറയുന്നത് നോട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും? ഞാൻ ഇന്ന് നോട്ട് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് രാത്രി കേട്ടോ. എനിക്ക് കുറച്ചൊരു തൊണ്ടവേനുണ്ട്, അതിന്റെ ഒരു പ്രശ്നമാണ്, സൗണ്ട് ശരിയാവാത്തത്. 3 അവർ ഉണ്ട്. എത്ര അവർ എടുക്കാൻ പറ്റുന്നുള്ളൊരു ചോദ്യമാണ്. നോക്കിയിട്ട് എടുക്കാം. പിന്നെ സെക്കൻഡ് അവറും കൂടി നോക്കി പറ്റുമായിരിക്കും. എനിക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ടോൺസൈറ്റിസിന്റെ ഒരു വേദനയുണ്ട്. അപ്പം എത്ര ക്ലാസ് എടുക്കാൻ പറ്റും നോക്കാം. എന്നിട്ട് നിങ്ങൾ അതിന്റെ നോട്ട്സ് ഉണ്ടാക്കിയിട്ട് വൈകുന്നേരത്തേക്ക് ഇട്ടാലോ, എന്നിട്ട് ഞാൻ ഫ്രണ്ട്സ് മാർക്ക് ചെയ്യും. ഓക്കെ, സോ നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് ഇൻഡസ്ട്രിയലും പ്രൊഡക്ഷൻ മാനേജ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഡിസൈൻ ചെയ്യുന്നു, ഇംപ്രൂവ് ചെയ്യുന്നു, ഇന്റിഗ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതായത് വാട്ട് എവർ ബി ദ തിങ്സ് കമ്മിങ് ഇൻ ദ ഇൻഡസ്ട്രിയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെ, ഇതാണ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിൽ. ഇയാൾക്ക് വളരെയധികം വലിയൊരു റോളാണുള്ളത്. ഹി മോട്ടിവേറ്റ്സ്, advises, gives consultancy, he is the decision maker, he is the expert, he is the project manager, he is the negotiator, educator, trainee, coordinator. എല്ലാ കാര്യങ്ങളും കമ്പനിയായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചെയ്യുന്നത് ആരാ? നമ്മുടെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറാണ്. ഓക്കെ, സോ പ്രൊഡക്ഷൻ മാനേജർ ആ ഡേ ടു ഡേ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ്, ഹ്യൂമൻ റിസോഴ്സിന്റെ അലോക്കേഷൻ, അതേപോലെ തന്നെ ആ സിസ്റ്റത്തിൽ പ്രൊഡക്ഷൻ സിസ്റ്റം ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇതൊക്കെ മാത്രമേ ആൾ ചെയ്യൂ. ഓക്കെ, റൈറ്റ് പ്രോഡക്റ്റ് ഇൻ ദ റൈറ്റ് ടൈം, റൈറ്റ് ക്വാളിറ്റി, ഇതൊക്കെയാണ് പ്രൊഡക്ഷൻ മാനേജറുടെ ഫംഗ്ഷൻ. പക്ഷെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയർ ഇസ് എൻ ഓൾ ഇൻ ഓൾ റോൾ ഇൻ എൻ ഇൻഡസ്ട്രി. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സെപ്പറേറ്റ് എംടെക് സ്പെഷ്യലൈസേഷൻ ആണ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്ന്. ഓക്കെ, അതായത് മെഷീൻ ഡിസൈൻ പോലെ, തെർമൽ എഞ്ചിനീയറിംഗ് പോലെ, പ്രൊഡക്ഷൻ പോലെ ഒരു സ്പെഷ്യലൈസേഷൻ ബ്രാഞ്ച് ആണ്, എംടെക് സ്പെഷ്യലൈസേഷൻ ബ്രാഞ്ച് ആണ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇഫ് യു ആർ ഗോയിങ് ഫോർ ഹയർ സ്റ്റഡീസ്, ദിസ് ഇസ് എ ഗുഡ് ഓപ്ഷൻ ഫോർ യു. ഓക്കെ, മെയിൻലി പുറത്തൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നല്ല സ്കോപ്പുള്ള ഒരു കോഴ്സാണ്. ഓക്കെ, സോ നൗ വാട്ട് വിൽ ഡു ഈസ്, അപ്പൊ ഈ ഡിഫറൻസ് ടേബിൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, ഒന്നാമത്തെ ഇംപ്രൂവ്, ഇന്റിഗ്രേറ്റ്, റിസോഴ്സ്, പ്രൊഡക്ഷൻ സിസ്റ്റം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അയാൾ അനലൈസ്, സിന്തസൈസ് ഒക്കെ ചെയ്യുന്നു. ഓക്കെ, വേസ്റ്റേജ് റെഡ്യൂസ് ചെയ്യുന്നു, പ്രൊഡക്ടിവിറ്റി കൂട്ടാനുള്ള എല്ലാ പരിപാടിയും ചെയ്യുന്നു. ഓക്കെ, ബേസിക്കലി ഈ പറയുന്ന ചിത്രത്തിൽ കാണുന്ന എല്ലാ റോളും ഒരു ഇൻഡസ്ട്രിയൽ എഞ്ചിനീയർ ചെയ്യുന്ന റോളാണ് എന്നത് ഓർത്തു. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ നോക്കി? വി ചെക്ക് വാട്ട് ഈസ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, ഫസ്റ്റ് ഓഫ് ഓൾ വി ചെക്ക് വാട്ട് ഈസ് ഇൻഡസ്ട്രി. പിന്നെ നമ്മൾ നോക്കിയത് വാട്ട് ഈസ് പ്രൊഡക്ഷൻ സിസ്റ്റം നോക്കി. ഓക്കെ, അപ്പോൾ ഒരു പ്രൊഡക്ഷൻ പ്രോസസ് എന്താണെന്ന് ആദ്യം നോക്കി. അപ്പോൾ ഇൻഡസ്ട്രി നോക്കി, പ്രൊഡക്ഷൻ പ്രോസസ് നോക്കി. ദെൻ വി സ്റ്റഡീഡ് വാട്ട് ഈസ് പ്രൊഡക്ഷൻ സിസ്റ്റം. ഓക്കെ, പ്രൊഡക്ടിവിറ്റി എന്താണെന്ന് നോക്കി. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആയിട്ടുള്ള ഒരു പ്രൊഡക്ടിവിറ്റി എന്താണെന്ന് നോക്കി. അതിനുശേഷമാണ് നമ്മൾ ഈ റോൾ ഓഫ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയർ ആൻഡ് പ്രൊഡക്ഷൻ മാനേജർ എന്നുള്ളത് നോക്കി. Okay, now we will see the types of production system. How are products produced? Like what are the various types of production systems? എന്തൊക്കെ ടൈപ്പ് പ്രൊഡക്ഷൻ സിസ്റ്റംസ് ഉണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഉള്ളത് ഫസ്റ്റ് ടൈപ്പ്, ഇത് ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. ഫസ്റ്റ് ടൈപ്പ് ഇസ് ജോബ് ഷോപ്പ് പ്രൊഡക്ഷൻ സിസ്റ്റം. ഓക്കെ, അപ്പൊ നമുക്കൊരു കസ്റ്റമർ ഒരു ഓർഡർ തരുന്നു, നമുക്ക് ഇത്ര ഒരു കട്ടില്, ഓക്കെ, ഒരു കട്ടിൽ ഉണ്ടാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ഷെൽഫ് ഉണ്ടാക്കി കൊടുക്കണം എന്നിട്ടൊരു ഓർഡർ തരുന്നു. ഓക്കെ, അപ്പോ എന്താ ചെയ്യുന്നത്? അയാൾ ഓർഡർ അനുസരിച്ച് നമ്മൾ ഡ്രസ്സ് ഉണ്ടാക്കുകയാണ്, മീൻസ് അല്ലെ കട്ടിൽ ഉണ്ടാക്കുകയാണ്, അല്ലെ പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രൊഡക്ഷൻ സിസ്റ്റത്തിനാണ് ജോബ് ഷോപ്പ് പ്രൊഡക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്കിപ്പോ ഒരു വീട്ടിന്റെ അടുക്കള ഭാഗത്ത് ഇടാൻ വേണ്ടി കുറച്ച് ഗ്രില്ല് പോലെയുള്ള സ്റ്റീലിന്റെ ഡോറ് വേണമെന്ന് വിചാരിച്ചോളൂ. നമ്മളിത് ഒരു വെൽഡിങ് സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഇതിന് ഓർഡർ പ്ലേസ് ചെയ്യണം. അപ്പൊ ആ ഓർഡർ പ്ലേസ് ചെയ്യുന്ന സിസ്റ്റത്തിന് നമ്മൾ ജോബ് ഷോപ്പ് പ്രൊഡക്ഷൻ സിസ്റ്റം എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളൊരു സ്പെസിഫിക് ഓർഡർ കൊടുക്കുന്നു. ഓക്കെ, സോ യു ഗിവ് എ സ്പെസിഫിക് ഓർഡർ, ദാറ്റ് ഈസ് ദ ഓർഡർ ഈസ് പ്ലേസ്ഡ് ബൈ ദ കസ്റ്റമർ. ഓക്കെ, ആൻഡ് കസ്റ്റമർ ഗിവ്സ് ദ സ്പെസിഫിക്കേഷൻ. അപ്പൊ എനിക്ക് ഇത്ര മീറ്റർ നീളം, ഇത്ര മീറ്റർ വീതിയുള്ള അടുക്കള ഭാഗത്ത് ഇടാൻ വേണ്ടി ഗ്രിൽസിന്റെ ഒരു വാതിൽ വേണമെന്ന് പറഞ്ഞാൽ അത് നിങ്ങളാണ് ആ സ്പെസിഫിക് ഡയമെൻഷനും സ്പെസിഫിക് കാര്യങ്ങളും വെച്ചിട്ട് ഓർഡർ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, സോ അത്തരത്തിലുള്ള പ്രൊഡക്ഷൻ സിസ്റ്റം ഈസ് കോൾഡ് ആസ് ജോബ് ഷോപ്പ് പ്രൊഡക്ഷൻ സിസ്റ്റം. ഓക്കെ, അപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ടും കസ്റ്റമർ ഓർഡർ അനുസരിച്ച് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ വോളിയം ഓഫ് പ്രൊഡക്ഷൻ വളരെയധികം ലോ ആയിരിക്കും, ലോ വോളിയം ഓഫ് പ്രൊഡക്ഷൻ ആയിരിക്കും അല്ലെ. എന്തുകൊണ്ടാ? കസ്റ്റമർ പറയുന്ന അനുസരിച്ചല്ലേ ഇയാൾ പ്രോഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത്. സോ സച്ച് എ പ്രൊഡക്ഷൻ സിസ്റ്റം, വാട്ട് എവർ ബി ദ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ്ഡ്, ഇറ്റ് ഈസ് ലോ. ഇനി വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, ഹൈ പ്രോഡക്റ്റ് വെറൈറ്റി ഉണ്ടാവും അല്ലെ. ഓരോ ആൾക്ക്
ഒരാൾ പറയുന്ന ഒരു ഡയമെൻഷനിലായിരിക്കും ഉണ്ടായി കൊടുക്കുന്നത്, വേറൊരാൾക്ക് വേറൊരാൾ പറയുന്ന ഡയമെൻഷനിലായിരിക്കും ഉണ്ടായി കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ജോബ് ഷോപ്പ് പ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ വളരെയധികം ഹൈ ആയിട്ടുള്ള പ്രൊഡക്റ്റ് വെറൈറ്റീസ് ഉണ്ടായി വരും ആ കമ്പനിയിൽ. ഓക്കെ, എയർക്രാഫ്റ്റുകൾ, മെഷീൻ ടൂൾസ്, അങ്ങനെയുള്ള വലിയ ഇൻഡസ്ട്രീസിൽ വരെ ജോബ് ഷോപ്പ് സിസ്റ്റം യൂസ് ചെയ്യുന്ന സ്ഥലമുണ്ട്. ഇപ്പം എയർക്രാഫ്റ്റിന്റെ ചില സ്പെസിഫിക് പാർട്ട് ചില സ്പെസിഫിക് എയർക്രാഫ്റ്റിന് മാത്രമായിട്ട് ഉണ്ടാകുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇത്തരത്തിലുള്ള പ്രൊഡക്ഷൻ സിസ്റ്റത്തിനാണ് നമ്മൾ ജോബ് ഷോപ്പ് പ്രൊഡക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് ജോബ് ഷോപ്പ് പ്രൊഡക്ഷൻ സിസ്റ്റം? എന്താണത്? സ്പെസിഫിക് ഓർഡർ മീറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെ കസ്റ്റമർ പ്ലേസ് ചെയ്യുന്ന സ്പെസിഫിക് ഓർഡറിനനുസരിച്ചുള്ള സ്പെസിഫിക് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് ജോബ് ഷോപ്പ് പ്രൊഡക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ basic main point is very low volume of products are produced and very high product variety is obtained in such a system. Okay, ഇവിടെ പ്രോഡക്റ്റ് ഒരിക്കൽ മാനുഫാക്ചർ ചെയ്യും, അല്ലെങ്കിൽ it is manufactured either once or it is manufactured either periodically. Main thing is ഈ ഒരു സിസ്റ്റത്തിൽ ഒരു ഇൻഡിവിജ്വൽ കസ്റ്റമറിന്റെ എന്താ പറയുക, ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദ വർക്കർ ഷുഡ് ബി വെരി ഹൈലി സ്കിൽഡ്. ഓക്കെ, സോ സ്കിൽഡ് ഓപ്പറേറ്റേഴ്സിന് ആവശ്യമാണ്. ഇറ്റ് നീഡ്സ് സ്കിൽഡ് ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, ആൻഡ് ദ പ്ലാനിങ് നീഡ്സ് ടു ബി ഫ്ലെക്സിബിൾ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഫ്ലെക്സിബിൾ? അതായത് അയാൾക്ക് ഇപ്പൊ ഒരാൾ പറയണം എനിക്കിപ്പോ 2 മീറ്റർ നീളവും ഒരു 1.5 മീറ്റർ വീതിയുള്ള ഒരു ഷെൽഫ് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞാൽ, ഇയാൾ പറയാണ് ഇവിടെ 1.5 മീറ്റർ ഇൻറ്റു 1 മീറ്റർ ഷെൽഫ് ഉണ്ടായി കൊടുക്കുന്നുള്ളൂ എന്ന് ഇയാൾക്ക് പറയാൻ പറ്റില്ല. വാട്ട് എവർ ബി ദ ചേഞ്ചസ് ഇൻ ദ സിസ്റ്റം, ആ സിസ്റ്റത്തിന്റെ ചേഞ്ചസ് അഡോപ്റ്റ് ചെയ്യാൻ ഈ ജോബ് ഷോപ്പ് സിസ്റ്റത്തിൽ പറ്റണം. ഓക്കെ, അപ്പം കസ്റ്റമർ കൊടുക്കുന്ന ഡയമെൻഷൻ അനുസരിച്ച് പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ബേസിക് ഫോളോ ചെയ്യുന്ന എന്താ പറയുക സിസ്റ്റം പറ്റൂല. വാട്ട് എവർ ബി ദ ചേഞ്ചസ് ഷുഡ് ബി ഇമ്മീഡിയറ്റ്ലി അക്കോമഡേറ്റഡ് ടു ദി സിസ്റ്റം. ഓക്കെ, ഇതൊക്കെയാണ് അതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻസ്. നീഡ്സ് റിക്വയർഡ് ജോബ് ഷോപ്പ് സിസ്റ്റത്തിൽ ബേസിക്കലി ഇറ്റ് നീഡ്സ് സ്കിൽഡ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് ദ പ്ലാനിങ് നീഡ്സ് ടു ബി ഫ്ലെക്സിബിൾ. ഓക്കെ, അപ്പൊ ഇവിടെ ഇത്രയാണുള്ളത്. ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ പ്രോസസ് ആണ് ജോബ് ഷോപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ ഓർഡർ അനുസരിച്ച് ഇൻഡിവിജ്വൽ ഡയമെൻഷനിൽ, അപ്പൊ ഇന്ന കസ്റ്റമർ ഇന്നൊരാൾ ഒരു ഓർഡർ പ്ലേസ് ചെയ്താൽ നാളെ മറ്റൊരാൾ വന്നിട്ട് പറയുന്ന ഓർഡർ ഈ ഡയമെൻഷൻ ആണെന്ന് ഒരു നിർബന്ധമില്ല. ഓക്കെ, സോ ദാറ്റ് ഇസ് എ കോംപ്ലിക്കേറ്റഡ് പ്രോസസ്. രണ്ടാമത്തെ പ്രൊഡക്ഷൻ സിസ്റ്റം ഈസ് കോൾഡ് ആസ് ബാച്ച് പ്രൊഡക്ഷൻ സിസ്റ്റം. ഓക്കെ, സോ ബാച്ച് പ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ പ്രോഡക്റ്റ് ഓരോ ബാച്ച് ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഒരു ബാച്ചിൽ ഐഡന്റിക്കൽ ഐറ്റംസ്, മറ്റേ ബാച്ചിൽ വേറെ ഐഡന്റിക്കൽ ഐറ്റംസ്. ഇപ്പോൾ ഒരു കുപ്പി ഒരു പിന്നെ CNC മെഷീൻസിൽ ഒരു എന്താ പറയുക ഒരു ബോട്ടിൽ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ ബോട്ടിൽ എന്ത് ചെയ്യും, ഒരു ഫുൾ ബാച്ചിൽ അവരെന്ത് ചെയ്യും, ഈ ബോട്ടിൽസ് ഉണ്ടാക്കും. അപ്പോൾ ആ ഒരു ബാച്ച് ഏകദേശം 500 ബോട്ടിൽസ് ഉണ്ടായി കഴിഞ്ഞാൽ നെക്സ്റ്റ് ദേ വിൽ ബി പ്രൊഡ്യൂസിങ് ദി ബക്കറ്റ്സ്. ഓക്കെ, ബക്കറ്റ് ആണ് ഈ ബക്കറ്റ്. ഓക്കെ, വാട്ട് എവർ ബി ദിസ് പ്രോഡക്റ്റ് വിൽ ബി പ്രൊഡ്യൂസ് ഫോർ നെക്സ്റ്റ് 500 യൂണിറ്റ്സ്. അപ്പോൾ ബാച്ച് പ്രൊഡക്ഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓരോ ബാച്ചിൽ ഓരോ ഇൻഡിവിജ്വൽ ഐറ്റംസ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് ബാച്ച് പ്രൊഡക്ഷൻ സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ബേസിക്കലി യൂസ് ചെയ്യുന്നത് ഫാർമസ്യൂട്ടിക്കൽസ്, മെഡിക്കൽ ആൻഡ് കെമിക്കൽ കമ്പനീസിലാണ്. അവിടെയാണ് മരുന്നുകളുടെ ബാച്ച് നമ്പർ എന്നൊക്കെ എഴുതിയിട്ടാണ് അല്ലെ, പിന്നെ ഫുഡ് ഐറ്റത്തിൽ ഹോർലിക്സിലൊക്കെ അതേപോലെ മരുന്നിന്റെ ഒക്കെ ബാക്കിൽ ബാച്ച് നമ്പർ എഴുതിയിട്ടാണ് അല്ലെ. സോ ഓരോ ബാച്ചസ് ആയിട്ട് ബാച്ച് ബൈ ബാച്ച്. അപ്പൊ ബാച്ച് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഐഡന്റിക്കൽ പ്രോഡക്റ്റ്. അപ്പം producing of products in batches is done what is done in a batch production system. ഓക്കെ, അപ്പോൾ ബാച്ച് സിസ്റ്റത്തിന് വളരെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പെർ യൂണിറ്റ് കോസ്റ്റ് ഒന്നും ഇവിടെ വളരെ കുറവാണ്. ഓക്കെ, സോ വാട്ട് എവർ ബി ദ കോസ്റ്റ്, കാരണം ഇൻഡിവിജ്വൽ ഓർഡർ അനുസരിച്ചൊന്നല്ല ആക്കുന്നത്, ഒരു ഗ്രൂപ്പ് ആയിട്ടാണ് ആക്കുന്നത്. സോ ഹിയർ ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ലെസ് ദാൻ ദി ജോബ് പ്രൊഡക്ഷൻ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ആദ്യം പറഞ്ഞ സിസ്റ്റത്തിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ കോസ്റ്റ് പെർ യൂണിറ്റ് കുറവാണ്. ഓക്കെ, ആൻഡ് ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് ദി പ്രൊഡക്ഷൻ പ്ലാന്റിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇങ്ങനെ ഒരു ബാച്ച് ആയിട്ട് മെഡിസിൻസും കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും ദിസ് സിസ്റ്റം വിൽ ഹാവ് എ ഹൈ ഇനീഷ്യൽ സെറ്റപ്പ് കോസ്റ്റ്. ദാറ്റ് ഈസ് ദ മെയിൻ disadvantage of this type of system. Okay, so identical items are produced in batches. Mainly it is used in pharmaceutical, medicines, chemicals, etc. Cost per unit is less than the job production system. Okay, and plant and machinery are properly utilized. It also has very high setup cost. ഇത്രയാണ് ബാച്ച് പ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ നമ്മൾ നോക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് നെക്സ്റ്റ് വൺ ഇസ് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ സിസ്റ്റം. ഓക്കെ, അടുത്തത് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ സിസ്റ്റമാണ്. എന്താണ് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ സിസ്റ്റം എന്ന് നോക്കാം. ഓക്കെ, സോ
ഒരു മിനിറ്റ് സ്ലൈഡ് മാറ്റണം. അപ്പോൾ ഒരു സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസിൽ പ്രൊഡക്ഷൻ പ്രോസസ്സിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന സിസ്റ്റത്തിനാണ് നമ്മൾ കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ ടേണിംഗ്, മില്ലിംഗ്, chamfering, grinding, കഴിഞ്ഞു, finishing. ഇങ്ങനെ the production process is in a predetermined sequence. Okay, so you can see that there is a sequence of activities happening in the production process. അപ്പോൾ ഇത്തരത്തിലുള്ള സിസ്റ്റത്തിനാണ് നമ്മൾ കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ സിസ്റ്റം അല്ലെങ്കിൽ കണ്ടിന്യൂസ് പാത്ത് പ്രൊഡക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൽ പ്രധാനപ്പെട്ട ട്രാൻസ്ഫറിങ് സിസ്റ്റമാണ് കൺവെയർ ബെൽറ്റുകൾ, ട്രാൻസ്ഫർ ഡിവൈസസ് എക്സെട്ര. ഓക്കെ, സോ ഒരു കണ്ടിന്യൂസ് സിസ്റ്റത്തിന്റെ കീ ഫീച്ചർ ആണ് ഈ ട്രാൻസ്ഫർ സിസ്റ്റംസ്, ട്രാൻസ്ഫർ ഡിവൈസസ്, കൺവെയർ ബെൽറ്റ്, അതേപോലെ തന്നെ ബാക്കിയുള്ള എന്താ പറയുക ചെയിൻ ഡ്രൈവുകൾ, അതൊക്കെ അതേപോലെയുള്ള ട്രാൻസ്മിഷൻ സിസ്റ്റംസ് ഇതിൻ്റെ ഒരു ബേസിക് ഫീച്ചറാണ്. ഓക്കെ, ഇതൊരു ഓട്ടോമാറ്റിക് പ്രൊഡക്ഷൻ സിസ്റ്റമാണ്, അല്ലെ ഓട്ടോമേറ്റഡ് പ്രൊഡക്ഷൻ സിസ്റ്റമാണ്. ഓക്കെ, അതേപോലെ തന്നെ വർക്കേഴ്സിന്റെ അധികം ആവശ്യമില്ല, ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് പ്രോഡക്റ്റ് ഇങ്ങനെ ഫ്ലോ ചെയ്ത് പോകും. ഓക്കെ, സോ ഇൻസ്പെക്ട് ചെയ്യാനും പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യാനും ഡിഫക്റ്റീവ് പ്രോഡക്ട്സിനെ മാറ്റി വെക്കാനൊക്കെയാണ് ഇവിടെ സ്കിൽഡ് വർക്കേഴ്സ് വേണ്ടത്. ഓക്കെ, സോ ദിസ് ഇസ് ആൻ ഓട്ടോമേറ്റഡ് പ്രൊഡക്ഷൻ സിസ്റ്റം, നീഡ്സ് ലെസ് സ്കിൽഡ് വർക്കേഴ്സ്. ഇവിടെ വളരെ ഹൈ വോളിയം ഓഫ് പ്രൊഡക്ഷൻ ആണ്, ആൻഡ് ഓൾസോ സെറ്റപ്പ് കോസ്റ്റ് ഇസ് ഓൾസോ വെരി വെരി. ഓക്കെ, സോ ഇതാണ് തേർഡ് ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ സിസ്റ്റം. ദിസ് സിസ്റ്റം ഇസ് കോൾഡ് ആസ് ദി കണ്ടിന്യൂസ് പാത്ത് പ്രൊഡക്ഷൻ സിസ്റ്റം. ഇവിടെ എന്താണ് പ്രൊഡക്റ്റ് പോകുന്നത്, അല്ലെ ദ ഫ്ലോ ഓഫ് ദ പ്രോഡക്റ്റ് അല്ലെ പ്രൊഡക്ഷൻ പ്രോസസ് ഈസ് ഇൻ എ പ്രീ ഡിറ്റർമിൻഡ് സീക്വൻസ്. കൺവേയേഴ്സ് യൂസ് ചെയ്യും, ട്രാൻസ്ഫർ ഡിവൈസ് യൂസ് ചെയ്യും. ഇതൊരു ഓട്ടോമാറ്റിക് പ്രൊഡക്ഷൻ സിസ്റ്റം ആണ്. സ്കിൽഡ് വർക്കേഴ്സിന്റെ ആവശ്യം ഇല്ല, കുറച്ച് അല്ലെങ്കിൽ വർക്കേഴ്സ് ജസ്റ്റ് ഇൻസ്പെക്ഷൻ മറ്റ് ലെവൽസിലൊക്കെ ആവശ്യമുള്ളൂ. വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഈസ് വെരി ഹൈ, സെറ്റപ്പ് കോസ്റ്റ് ഈസ് ഓൾസോ വെരി. ഇത്രയാണ് നമ്മൾ പ്രൊഡക്ഷൻ സിസ്റ്റം നോക്കിയത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ വി ഹാവ് ടു സീ 2 more പ്രൊഡക്ഷൻ സിസ്റ്റംസ്. അല്ല, ഇനി മാസ് പ്രൊഡക്ഷനും കൂടി നോക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് നിർത്താം. ഓക്കെ, ദെൻ വി വിൽ സീ ദ ലെവൽസ് ഓഫ് ഇൻഡസ്ട്രി. ഓക്കെ, സോ പ്രൊഡക്ഷൻ സിസ്റ്റം ഒന്നും കൂടി പറഞ്ഞുതരാം, ജസ്റ്റ് നോക്കിക്കോളൂ. ഒന്നാമത്തെ ജോബ് ഷോപ്പ് പ്രൊഡക്ഷൻ സിസ്റ്റം ആണ്. കസ്റ്റമേഴ്സ് കൊടുക്കുന്ന ഓർഡർ അനുസരിച്ച് പ്രൊഡക്റ്റ് ഉണ്ടായി കൊടുക്കുന്നതാണ് ജോബ് ഷോപ്പ് പ്രൊഡക്ഷൻ സിസ്റ്റം. സ്കിൽഡ് വർക്കേഴ്സിന്റെ ആവശ്യമുണ്ട്, ആൻഡ് ഓൾസോ മച്ച് പ്രോഡക്റ്റ് വെറൈറ്റീസ് ഒപ്റ്റൈൻഡ്. ഓക്കെ, ഫ്ലെക്സിബിൾ പ്ലാനിങ് ആയിരിക്കണം അവിടെ ഉണ്ടാവുന്നത്. നെക്സ്റ്റ് ഇസ് ബാച്ച് സിസ്റ്റം. മെഡിസിനൽ, ഫാർമസ്യൂട്ടിക്കൽ, കെമിക്കൽ കമ്പനീസിലൊക്കെയാണ് ഈ ബാച്ച് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഒരു ബാച്ച് എന്ന് പറഞ്ഞാൽ ഐഡന്റിക്കൽ പ്രൊഡക്റ്റിന്റെ ഒരു ഗ്രൂപ്പാണ്. പെർ യൂണിറ്റ് കോസ്റ്റ് ഇസ് ലെസ്, സെറ്റപ്പ് കോസ്റ്റ് ഇസ് ഹൈ, plant and machinery are better utilized. And third one is continuous path production system. ഇവിടെ the production process is in a predetermined sequence. ഒരു particular sequence-ലാണ് production process നടക്കുക. അപ്പോൾ several activities will be there. These activities will be connected using the conveyor system. Okay, and ഇവിടെ അതുകൊണ്ട് തന്നെ സ്കിൽഡ് വർക്കേഴ്സ് അല്ലെങ്കിൽ വർക്കേഴ്സ് വളരെ കുറവേ വേണ്ടുള്ളൂ. പ്രൊഡക്ട്സ് ലാർജ് നമ്പർ ഓഫ് പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ്, അതായത് ഹൈ വോളിയം ഓഫ് പ്രൊഡക്ഷൻ ആണ്. ബട്ട് സെറ്റപ്പ് കോസ്റ്റ് ഇസ് ഹൈ. മെയിൻ അഡ്വാൻറ്റേജ് എന്താ, ഇവിടെ സ്കിൽഡ് വർക്കേഴ്സ് ഒന്നും വേണ്ട. പ്രൊഡക്റ്റിന്റെ ഇൻസ്പെക്ട് ചെയ്യാനും കാര്യങ്ങൾ ചെക്ക് ചെയ്യാനൊക്കെ ഇവിടെ വർക്കേഴ്സിന്റെ ആവശ്യം. ഓക്കെ, സോ that's it for the first class.